السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 256 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, ഇതിനോട് റെഫർ ചെയ്യുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമ്മൾ ആദ്യമായി 256 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് അൻജാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബി വയുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും وفي ذلكم بلاء من ربكم عظيم. وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. وقال موسى إن تكفروا أنتم ومن في الأرض جميعا فإن الله لغني حميد. ألم يأتكم نبأ الذين من قبلكم قوم نوح وعاد وثمود والذين من بعدهم لا يعلمهم إلا الله جاءتهم رسلهم بالبينات فردوا أيديهم في أفواههم وقالوا إنا كفرنا بما أرسلتم به وإنا لفي شك مما تدعوننا إليه مريب. قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان مبين. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹിമിലെ 6 മുതൽ 10 വരെയുള്ള 5 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറയാൻ തുടങ്ങിയിരുന്നത്. സത്യവിശ്വാസികൾക്ക് അള്ളാഹു ചെയ്ത് കൊടുത്ത അനുഗ്രഹങ്ങളും സത്യനിഷേധികൾക്ക് അവൻ നൽകിയ ശിക്ഷകളും ഓർമ്മിപ്പിച്ച് തൻ്റെ ജനതയോട് ക്ഷമയും നന്ദിയും ഉള്ളവരായിരിക്കാൻ മഹാനവർകൾ ഉപദേശിച്ചതാണ് നമ്മൾ പഠിച്ചത്. ക്ഷമ, നന്ദി എന്നീ 2 ഗുണങ്ങൾ വളരെ പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉപദേശം തുടരുകയാണ്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞാണ് മഹാനവറുകൾ തൻ്റെ ഖൗമിനെ ഉപദേശിക്കുന്നത്. അതാണ് ഇനി അടുത്ത ആയത്തുകളിൽ ഉള്ളത്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം വളരെ വലുതാണ്, അത് വളരെ മഹത്തരമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളായ ഇസ്രായേലികൾ. ഫിർഔൻ്റെ കാലമായപ്പോൾ അവരെ ഫിർഔൻ അടിമകളെ പോലെയാണ് കണ്ടത്. സ്വച്ഛാധിപതിയായ ഒരു രാജാവ് അടിമകളാക്കി വെക്കുന്നൊരു സമൂഹം എത്രമാത്രം പ്രയാസങ്ങൾ നേരിടേണ്ടി വരും അല്ലേ? മാത്രമല്ല, ആ വംശത്തെ തന്നെ ഇല്ലാതാക്കാൻ കച്ച കെട്ടിയിറങ്ങിയ ആളാണ് ഫിർഔൻ. അതുകൊണ്ടാണല്ലോ ആൺകുട്ടികൾ മുഴുവനും കൊന്നുകളഞ്ഞിരുന്നത്. ഇത്രയും പരിതാപകരമായ ഗുരുതരമായ ഒരു അവസ്ഥയിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അത് എത്ര വലിയ അനുഗ്രഹമാണ്! ഇത് എപ്പോഴും അനുസ്മരിക്കണമെന്ന് ഉണർത്തുകയാണ് മൂസാ നബി അലൈഹി സ്വലാം ആ ഖൗമിനെ. അങ്ങനെ ഏത് അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് കൂടുതൽ നന്മകൾ വർദ്ധിപ്പിച്ചു തരും. ഈ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ കഠിനമായ ശിക്ഷയും നൽകും. ഇക്കാര്യം അള്ളാഹു അറിയിച്ചിട്ടുണ്ട് എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറയുകയാണ്. ഇത് രണ്ടും അവൻ്റെ വാഗ്ദാനങ്ങളാണ്.
അത് പുലരുക തന്നെ ചെയ്യും. ഇങ്ങനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും എന്താ സംഭവിച്ചത്? നന്ദികേട് തന്നെ. കാരണം നന്ദികേട് കാണിക്കുന്ന കാര്യത്തിൽ ഇസ്രായേല്യർ എന്നും മുൻപന്തിയിലായിരുന്നു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ പലതരം ശിക്ഷകളും ഭൗതിക ലോകത്ത് വെച്ചു തന്നെ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും എത്രയോ ശിക്ഷകൾ അവർ ഏറ്റുവാങ്ങാനും ഇരിക്കുന്നു. നിരവധി ഹദീസുകളിൽ അത് സംബന്ധമായ പ്രവചനങ്ങളുണ്ടല്ലോ. നമുക്ക് ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال موسى لقومه اذكروا نعمة الله عليكم إذ أنجاكم من آل فرعون يسومونكم سوء العذاب ويذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. إذ قال മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം ലിഖൗമിഹി, തൻ്റെ സമൂഹത്തോട് എന്താ പറഞ്ഞത്? ഉദ്കുറൂ, നിങ്ങൾ അനുസ്മരിക്കണം, നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. എപ്പോൾ? ഇത് അഞ്ചാക്കും, അവൻ നിങ്ങൾ രക്ഷപ്പെടുത്തിയ സമയം, മിൻ ആലി ഫിർഔന, ഫിർഔൻ പ്രവൃത്തികളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഫിർഔനിൻ്റെ കൂട്ടക്കാരിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. യസൂമൂനക്കും സൂ അൽ അദാബ്, ആ ഫിർഔൻ നിങ്ങളെ കഠിനമായി ശിക്ഷിക്കുന്നവനായിരുന്നു. യസൂമൂനക്കും സൂ അൽ അദാബ് എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളെ കഠിനമായി ശിക്ഷിക്കുന്ന ആളായിരുന്നു. വയുദബ്ബിഹൂന അബ്നാഅക്കും, നിങ്ങളുടെ ആൺമക്കളെ അറുകുല നടത്തുകയും ചെയ്യുന്ന ആളായിരുന്നു. വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളുടെ പെൺമക്കളെ ജീവിക്കാൻ വിടുകയും ചെയ്ത ആളായിരുന്നു. യസ്തഹ്യൂന എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വിടുക, ആൺകുട്ടികളെ കൊല്ല, പെൺകുട്ടികളെ ജീവിക്കാൻ വിടുക. വഫീ ദാലിക്കും, ഈ കാര്യത്തിൽ ബലാഉം മിർ റബ്ബിക്കും അളീം, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള കടുത്ത പരീക്ഷണമായിരുന്നു ഇക്കാര്യത്തിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ കാര്യത്തിലുണ്ടായിരുന്നത്. വഫീ ദാലിക്കും ബലാഉം മിർ റബ്ബിക്കും അളീം, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കടുത്ത പരീക്ഷണമായിരുന്നു അതിലുണ്ടായിരുന്നത്. വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ അറിയിച്ചതും സ്മരണീയമാണ്. നിങ്ങളുടെ നാഥൻ അറിയിച്ച സംഗതിയും നിങ്ങൾ ഓർക്കേണ്ടതാണ്. എന്താണ് അറിയിച്ചത്? ലഇൻ ശകർത്തും, നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ, ലഅസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർധനവ് തരും, നല്ല നിഅമത്തുകൾ കൂടുതലായി തരും എന്നർത്ഥം. വലഇൻ കഫർത്തും, ഇനി നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ കഠിനതരം തന്നെയാണ്. ഈ ആയത്ത് നമ്മളെല്ലാവരും ശരിക്കും ശ്രദ്ധിക്കേണ്ട ആയത്താണ്. അല്ലാഹു തആല ചെയ്തു തരുന്ന ഒരുപാട് നിഅമത്തുകൾ നിരന്തരം ആസ്വദിക്കുന്ന ആളുകളാണ് നമ്മൾ. അത് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. അതിന് കൃത്യമായി വേണ്ട വിധം ശുക്ർ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ മാക്സിമം നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ അള്ളാഹു തആല പുറത്തു തരും. അതാണ് ആയത്തിൻ്റെ ആശയം. നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വിലയറിയുക. നമ്മുടെ ചുറ്റുവട്ടത്തിലുമുള്ള പരിസരത്തുള്ള ഹോസ്പിറ്റലുകളിലോ ആരോഗ്യ കേന്ദ്രങ്ങളിലോ ഒന്ന് കയറി ഇറങ്ങിയാൽ മതി നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന നിഅമത്തുകളുടെ വില മനസ്സിലാകാൻ. നമ്മൾ ശുക്ർ ചെയ്യണം. മനസ്സ വാച കർമ്മണ എല്ലാ നിലക്കും നന്ദി കാണിക്കണം. എവിടെയും നന്ദികേടിൻ്റെ ലാഞ്ചന പോലും വരാൻ പാടില്ല. ഹൃദയം കൊണ്ട് നന്ദി കാണിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം എൻ്റെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക, ബോധ്യമുണ്ടാവുക, അള്ളാഹുവിനോട് വല്ലാത്ത സ്നേഹം വെച്ച് പുലർത്തുക. അതാണ് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക എന്നതിൻ്റെ ചുരുക്കരൂപം. അല്ലാതെ ഇതൊക്കെ എൻ്റെ കഴിവും മിടുക്കും സാമർഥ്യവും കൊണ്ട് നേടിയതാണ് എന്ന ചിന്ത തോന്നൽ വരാൻ പാടില്ല. അതേപോലെ നാവ് കൊണ്ടും നമ്മൾ നന്ദി കാണിക്കണം. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അത് അഹങ്കാരമില്ലാതെ പറയേണ്ട ആളുകളാണെങ്കിൽ അവരോട് നമുക്ക് എടുത്തു പറയാം. അതോടൊപ്പം അനുഗ്രഹം ചെയ്തു തന്ന അള്ളാഹുവിനെ എമ്പാടും സ്തുതിക്കുകയും വേണം. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, താങ്കളുടെ രക്ഷിതാവ് ചെയ്ത നിഅമത്തുകൾ പറയാം. പക്ഷെ കിബറുണ്ടാവാൻ പാടില്ല, അഹംഭാവം ഉണ്ടാവാൻ പാടില്ല. അത് പറയേണ്ടവരോടെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ചുറ്റും നിഅമത്ത് ഒരാളോട് പറഞ്ഞാൽ അയാൾ നമുക്കെതിരെ അസൂയ വെക്കുമെന്നോ പാര വെക്കുമെന്നോ കാണുകയാണെങ്കിൽ അത് പറയേണ്ടതില്ല. അല്ലാത്ത സാഹചര്യങ്ങളാണ് അവിടെ ഉദ്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ നിഅമതൻ ഫഖാല അൽഹംദുലില്ലാഹ് ഇല്ലാ കാന അല്ലദീ അഅതാഹു അഫ്ളല മിമ്മാ അഖദ. അല്ലാഹുവിൻ്റെ നിഅമത്ത് കിട്ടുമ്പോൾ ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അയാൾ
ആ അനുഗ്രഹങ്ങളെക്കാൾ വലിയ നന്മയാണ് ആ പറഞ്ഞത് കൊണ്ട് നേടിയെടുക്കുന്നത്. അപ്പം അൽഹംദുലില്ലാ എന്നതിന് അത്രയും വലിയ ശ്രേഷ്ഠതയാണ് എന്നർത്ഥം. മാഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഖൽബുൻ ഷാക്കിറുൻ വലിസാനുൻ ദാക്കിറുൻ വസൗജത്തുൻ സാലിഹത്തുൻ തുഈനുക അലാ അംരി ദുനിയാക വദീനിക ഖൈറും മക്തനസന്നാസു. നന്ദി കാണിക്കുന്ന ഹൃദയം, ദിക്ർ ചൊല്ലുന്നൊരു നാവ്, ദുനിയാവിൻ്റെയും ദീനിൻ്റെയും കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന നല്ലൊരു ഭാര്യ, ഇത് ഉണ്ടെങ്കിൽ ആളുകൾ ഉടമപ്പെടുത്തിയതിനേക്കാളും ഒക്കെ ഖൈർ ഈ പറയപ്പെട്ടതാണ് എന്ന്. അവയവങ്ങൾ കൊണ്ട് നമ്മൾ നന്ദി കാണിക്കണം. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അതാണല്ലോ അവയവങ്ങൾക്കുള്ള നന്ദി. അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ആ അവയവങ്ങൾ ഉപയോഗിക്കുക. നമസ്കാരം പോലുള്ള ഇബാദത്തുകൾ വീഴ്ച വരുത്താതെ കൃത്യമായി മുറപ്രകാരം നിർവഹിക്കുക. അതേപോലെ നല്ല നിഅമത്തുകൾ അള്ളാഹു ചെയ്തു തരുമ്പോൾ ശുക്റിൻ്റെ സുജൂദ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലേ? ശുക്റിൻ്റെ സുജൂദ് എന്ന് പറഞ്ഞാലും ജീവിതത്തിൽ പെട്ടെന്നൊരു നിഅമത്ത്, വലിയ സന്തോഷം വരുന്ന സമയത്ത് സുജൂദ് ചെയ്യുക, അത് സുന്നത്താണ്. സാധാരണ നിസ്കാരത്തിലെ സുജൂദ് പോലെ തന്നെ എല്ലാ നിബന്ധനകളും അവിടെ വേണം. തക്ബീർ കെട്ടി നേരെ സുജൂദിലേക്ക് പോയി പിന്നെ സലാം വീട്ടുക, ഒറ്റ സുജൂദേ ഉള്ളൂ. വുളു മറ്റു കാര്യങ്ങളൊക്കെ വേണം. രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിക്റുകളിൽ പ്രധാനപ്പെട്ടൊരു ദിക്ർ, അല്ലേ? നമുക്കൊക്കെ അറിയാം, അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. ഇത് നമ്മൾ മറക്കാതെ ചൊല്ലുക. ഈ ചൊല്ലിയാൽ മാത്രം പോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തും പറഞ്ഞും ചിന്തിച്ചും നന്ദി പ്രകടിപ്പിക്കുകയും വേണം. അല്ലാഹുമ്മ അസ്ബഹ ബി എന്നതിൻ്റെ സ്ഥാനത്ത് വൈകുന്നേരമായാൽ അല്ലാഹുമ്മ അംസാ ബി എന്ന് മാറ്റി കൊടുക്കുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താ? എനിക്കോ നിൻ്റെ ഏതെങ്കിലും ഒരു പടപ്പിനോ എന്തെങ്കിലും നിഅമത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിന്നിൽ നിന്നാണ്, നീ കൊടുത്തതാണ്. അതുകൊണ്ട് നിനക്ക് ശുക്ർ, നിനക്ക് പങ്കുകാരുമില്ല. ഇതാണ് അതിൻ്റെ ആശയം. ഇതൊരാൾ രാവിലെ പറഞ്ഞാൽ പകലിലെ നന്ദിയാൽ പ്രകടിപ്പിച്ചുവെന്നും രാത്രി പറഞ്ഞാൽ രാത്രിയുടെ നന്ദിയാൽ നിർവഹിച്ചുവെന്നും ഹദീസിലുണ്ട്. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയാണെങ്കിൽ വലിയ പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുക. അത് നിലനിന്ന് കിട്ടും, അത് വർദ്ധിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ഈ ആയത്ത് മനസ്സിലാക്കി തരുന്നത്, അസീദന്നക്കും എന്ന് പറഞ്ഞത്. അതുപോലെ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. സൂറത്ത് ആലി ഇമ്രാൻ 144 വസയജ്സില്ലാഹു ശാക്കിരീൻ എന്ന് പറയുന്നുണ്ട്. അല്ലാഹു തആല ശുക്ർ ചെയ്യുന്നവർക്ക് എമ്പാടും പ്രതിഫലങ്ങൾ നൽകും. മുആദ് റളിയല്ലാഹു അൻഹുവിനെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറയാ, കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയാ, യാ മുആദ് വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്. അത് ആവർത്തിച്ച് പറയണം, മുആദ് എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, മുആദ് ഞാൻ നിന്നോടൊരു വസിയത്ത് ചെയ്യട്ടെ, ഒരു നിസ്കാരത്തിന് ശേഷവും ഇനി പറയാൻ പോകുന്ന ദിക്ർ പറയാതെ നീ ഒഴിവാക്കരുത് കേട്ടോ. എന്താണ് ദിക്ർ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. പടച്ചവനെ, നിന്നെ ദിക്ർ ചെയ്യാനും നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി ചെയ്യാനും നിന്നെ നന്നായി ആരാധിക്കാനും എനിക്ക് നീ തൗഫീഖ് നൽകണമേ, നീ എന്നെ സഹായിക്കണമേ എന്നതാണ് എൻ്റെ ആശയം. അപ്പോൾ ഈ ദുആ എപ്പോഴും ദുആ ചെയ്യണമെന്ന് മഹാനവർ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് മറക്കാതെ കൊണ്ടു നടക്കുക ഇൻഷാ അല്ലാഹ്. 8ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇസ്രായേല്യരുടെ ധിക്കാര മനസ്ഥിതിയെക്കുറിച്ചും നന്ദികേട് കാണിക്കുന്ന സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലേ? ഈ പശ്ചാത്തലത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാം അവരോട് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഇസ്രായേലികൾ മാത്രമല്ല ഭൂമിയിലുള്ള എല്ലാവരും ഒന്നടങ്കം അള്ളാഹുവിനോട് നന്ദികേടും ധിക്കാരവും കാണിച്ചാൽ തന്നെയും അവനതൊരു പ്രശ്നമല്ല. അവൻ്റെ ആധിപത്യത്തിലോ പ്രതാപത്തിലോ എന്തെങ്കിലും കുറവ് അതുകൊണ്ട് വരികയും ഇല്ല, അല്ലേ? ഇപ്പോൾ ഇന്നത്തെ ഒരു ചുറ്റുപാട് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്നിപ്പോൾ മനുഷ്യരുടെ അവസ്ഥ പൊതുവെ ബഹുഭൂരിഭാഗം മനുഷ്യരും അള്ളാഹുവിനെ ധിക്കരിച്ച് നിഷേധിച്ച് അങ്ങനെ അറമാദിച്ച് നടക്കുന്ന ആളുകളാണ്. എന്നിട്ടും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ ഇവിടെ നടക്കുന്നുള്ളൂ. അത് മറികടക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ എത്രയോ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും പ്രകൃതി ദുരന്തങ്ങളും മറ്റുമൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യന്മാർക്ക് നിയന്ത്രിക്കാനോ നിർത്താനോ കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ നടക്കുന്നുള്ളൂ. 8ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال موسى إن تكفروا أنتم ومن في الأرض جميعا فإن الله لغني حميد. وقال മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, നന്ദികേട് കാണിക്കുന്ന ഖൗമിനോട് പറയണം, ഇൻ തക്ഫുറു, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, അന്തും നിങ്ങൾ, വമൻ ഫിൽ അർദി ജമിയ, ഭൂമിയിലുള്ള സകലരും. എന്നിട്ട് അള്ളാഹ്ക്ക് എന്തിനും സംഭവിക്കുമോ? ഇല്ല. ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലഗനിയ്യുൻ, അവൻ ഐശ്വര്യനാണ്, അവൻ പരാശ്രയരഹിതനാണ്, ഹമീദുൻ, അവൻ സ്തുത്യർഹനുമാണ്. ഖുദ്സിയ ഒരു ഹദീസിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, എൻ്റെ അടിമകളെ
നിങ്ങളിൽ ആദ്യത്തവരും അവസാനത്തവരും ജിന്നുകളും മനുഷ്യരും എല്ലാവരും തന്നെ ഏറ്റവും മുത്തഖീങ്ങളായി ജീവിച്ചു നോക്കുക. എന്നാൽ അത് എൻ്റെ അധികാരത്തിൽ ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ഇല്ല. ഇനി നിങ്ങൾ എല്ലാവരും മോശക്കാരായെന്ന് വിചാരിക്കുക, അത് എൻ്റെ അധികാരത്തിൽ നിന്നൊന്നും കുറക്കുകയുമില്ല. നിങ്ങളെല്ലാവരും മുത്തഖീങ്ങളായി എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അധികാരത്തിൽ അതൊന്നും വർദ്ധിപ്പിക്കുകയില്ല. ഇനി നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് മോശക്കാരായാൽ അതും എൻ്റെ അധികാരത്തിൽ ഒന്നും തന്നെ കുറക്കുകയുമില്ല. എൻ്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യത്തവരും അവസാനത്തവരും ജിന്നുകളും മനുഷ്യരും എല്ലാവരും ഒരേ സ്ഥാനത്ത് നിന്ന് എന്നോട് ചോദിക്കുകയും എന്നിട്ട് ഓരോരുത്തരും ചോദിച്ചത് ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്താലും ഒരു സൂചി സമുദ്രത്തിലിട്ട് മുക്കിയെടുത്താൽ അത് ആ സമുദ്രത്തിൽ വരുത്തുന്ന കുറവ് പോലെയല്ലാതെ എൻ്റെ അധികാരത്തിൽ അത് ഒരു കുറവും വരുത്തുന്നതല്ല. അള്ളാഹുവിന് എങ്ങനെയായാലും ഒരു വിഷയമല്ല, നമ്മൾ എന്ത് ചെയ്യട്ടെ, അള്ളാഹുവിൻ്റെ അധികാരത്തിന് അത് ബാധിക്കുകയില്ല എന്നർത്ഥം. 9-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. നിഷേധികളുടെ ശക്തിയും സാമ്രാജ്യവുമൊക്കെ എത്ര വലുതാണെങ്കിലും അള്ളാഹുവിന് മുമ്പിൽ അതെല്ലാം ഒന്നുമല്ലെന്ന യാഥാർത്ഥ്യം തുറന്നു കാട്ടുകയാണിനി. നിഷേധികളായി വാണിരുന്ന മുൻ സമൂഹങ്ങളുടെ ദയനീയമായ പരിണിതിയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചാണ് ഈ വസ്തുത അള്ളാഹു തആല മനസ്സിലാക്കി തരുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയിലെ ധിക്കാരികൾ ഒന്നടങ്കം വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിച്ചു. അതിശക്തരായിരുന്ന ആദും സമൂദുമെല്ലാം കൊടുങ്കാറ്റടിച്ച് നാമാവശേഷരായി. ഇവരൊക്കെ കേവലം ഉദാഹരണങ്ങൾ മാത്രം. ഇത്തരം എത്രയോ സമൂഹങ്ങളുടെ ശവപ്പുറമ്പാണ് ചരിത്രം. അള്ളാഹുവിന് മാത്രമേ അത്തരം നിർഭാഗ്യവാന്മാരായ ആളുകളെ പറ്റി അറിയുകയുള്ളൂ. കൃത്യമായി വ്യക്തമായ തെളിവുകൾ നിരത്തി നല്ല വഴിയിലേക്ക് ക്ഷണിച്ചിരുന്ന പ്രവാചകന്മാരെ പരിഹസിച്ച് കളിയാക്കി ചിരിച്ച് ചിരിയടക്കാൻ കഴിയാതെ വായിൽ കൈവച്ച് പൊത്തിയവരാണവർ. നോക്കൂ 9-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅതികും നബഉൽ ലദീന മിൻ ഖബ്ലികും ഖൗമി നൂഹിൻ വആദിൻ വസമൂദ് വല്ലദീന മിൻ ബഅദിഹിം ലാ യഅലമുഹും ഇല്ലല്ലാഹ് ജാഅത്ഹും റസുലുഹും ബിൽ ബയ്യിനാതി ഫറദ്ദൂ أيديهم في أفواههم وقالوا إنا كفرنا بما أرسلتم به وإنا لفي شك مما تدعوننا إليه مريب. ألم يأتكم, നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലേ, നിങ്ങൾക്ക് വന്നിട്ടില്ലേ, നബഉ വൃത്താന്തം അല്ലെങ്കിൽ വിവരങ്ങൾ, ആരുടെ? അല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങളുടെ, അതായത് ഖൗമി നൂഹിൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖൗമിൻ്റെ, വആദിൻ, ആദി സമൂഹത്തിൻ്റെ, വസമൂദ, സമൂദ് സമുദായത്തിൻ്റെ, വല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷമുള്ള സമൂഹങ്ങളുടെയും, ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രമേ അവരെക്കുറിച്ച് അറിയൂ, അള്ളാഹുവിനല്ലാതെ അവരെക്കുറിച്ച് അറിയുകയില്ല. അങ്ങനെയുള്ള മുൻകഴിഞ്ഞ ഈ പറയപ്പെട്ട ആദ്, സമൂദ്, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഖൗമിന് ശേഷം വന്ന സമുദായങ്ങളുടെയും വാർത്തകൾ നിങ്ങൾക്ക് വന്നു കിട്ടിയില്ലയോ? എന്താ അവർക്ക് സംഭവിച്ചത്? ജാഅത്ഹും റുസുലുഹും, അവരുടെ അടുത്തേക്ക് വന്നു, റുസുലുഹും, അവരുടെ പ്രവാചകന്മാർ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ അവരെ സമീപിച്ചു, ബിൽ ബയ്യിനാത്തി, സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളുമായി വ്യക്തമായ തെളിവുകളുമായി അവർ ആ ഖൗമിനെ സമീപിച്ചു. അപ്പം എന്താ സംഭവിച്ചത്? ഫറദ്ദു ഐദിയഹും, അവർ അവരുടെ കൈകൾ വെച്ചു, ഫി അഫ്വാഹിഹിം, അവരുടെ വായകളിൽ. ഫറദ്ദു ഐദിയഹും ഫി അഫ്വാഹിഹിം, അപ്പോൾ വായിൽ കൈവെക്കുകയാണ് അവർ ചെയ്തത്. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, കഫർന, ഞങ്ങൾ അവിശ്വസിക്കുക തന്നെ ചെയ്തിരിക്കുന്നു, ബിമാ ഉർസിൽതും ബിഹി, നിങ്ങൾ ഏതുകൊണ്ടാണോ അയക്കപ്പെട്ടിരിക്കുന്നത് ആ കാര്യം. അപ്പോൾ നിങ്ങൾ നിയുക്തരായ ഈ സന്ദേശത്തിൽ ഞങ്ങൾ അവിശ്വസിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. ഇന്നാ ലഫി ശക്കിൻ, തീർച്ചയായും ഞങ്ങൾ സംശയത്തിലാണ്, മിമ്മാ തദ്ഉനനാ, നിങ്ങൾ ഞങ്ങളെ മിമ്മാ തദ്ഉനനാ ഇലൈഹി, നിങ്ങൾ ഞങ്ങളെ ഏതൊരു ആദർശത്തിലേക്ക് ക്ഷണിക്കുന്നുവോ അത് സംബന്ധിച്ച് ഞങ്ങൾ സംശയത്തിൽ തന്നെയാണ്. ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, ലഫി ശക്കിൻ, സംശയത്തിൽ തന്നെയാണ്, മിമ്മാ തദ്ഉനനാ ഇലൈഹി, ഏതോ ആദർശത്തിലേക്കാണോ നിങ്ങൾ ഞങ്ങൾ ക്ഷണിക്കുന്നത്. മുരീബൻ എന്ന് പറഞ്ഞാൽ കടുത്ത സംശയത്തിലാണ് എന്നർത്ഥം. വൈന്നാ ലഫി ശക്കിൻ മുരീബ്, ഞങ്ങൾ കടുത്ത സംശയത്തിൽ തന്നെയാണ് ഞങ്ങൾ ക്ഷണിക്കുന്ന ആ കാര്യത്തിൽ. എന്നാണ് ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറല്ല. ലാ യഅലമുഹും ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ പറയപ്പെട്ട 3 ജനതയുടെയും കാലശേഷം വന്ന നിരവധി സമൂഹങ്ങൾ,
നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെയും ആദ് സമൂദ് സമുദായങ്ങളുടെയും ശേഷം വന്ന ഒരുപാട് സമൂഹങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. പല സമൂഹങ്ങളും റസൂലുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച ചരിത്രങ്ങൾ അള്ളാഹുവിന് മാത്രമേ കൃത്യമായി അറിയുകയുള്ളൂ. അതാണ് ലാ യഅലമുഹും ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. ഫറദ്ദു ഐദിയഹും ഫി അഫ്വാഹിഹിം, ഇത് പല രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരഭിപ്രായമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി വേറൊരു അഭിപ്രായം, പ്രവാചകന്മാരോടുള്ള ദേഷ്യവും അമർഷവും പതഞ്ഞു പൊങ്ങി വന്ന് ഇവനോടൊന്നും മിണ്ടാൻ ഞങ്ങളില്ല എന്ന അർത്ഥത്തിൽ പ്രതിഷേധ രൂപത്തിൽ കൈപൊത്തി എന്നാണ്. വായമ്മേലെ കൈപൊത്തിയിട്ട് ഇത് ഞങ്ങളിതിനോടൊന്നും പ്രതികരിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്ന അർത്ഥത്തിൽ പ്രവാചകന്മാരെ കളിയാക്കിയിട്ട് മുർസലുകളുടെ നേരെ പ്രതിഷേധവും നിഷേധവും പ്രകടിപ്പിക്കുകയാണ് അവർ ചെയ്തത് എന്ന് ചുരുക്കം. അതാണ് ആ ഫറദ്ദു ഐദിയഹും ഫി അഫ്വാഹിഹിം എന്നതിൻ്റെ ആശയം. നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്. സത്യനിഷേധികളായ ആളുകൾ പ്രവാചകന്മാരെ അനുസരിക്കാൻ കൂട്ടാക്കാതെ അവരെയും അള്ളാഹുവിനെയും തള്ളിപ്പറയുകയാണ് ചെയ്തത് എന്ന് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു. ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. സർവശക്തനായ അജയ്യനായ അള്ളാഹുവിനെ നിഷേധിക്കുകയാണ് ഈ പടപ്പുകൾ. അള്ളാഹു വരെ പടച്ച് പരിപാലിക്കുന്ന ആളാണ്. എന്നിട്ട് ആ അള്ളാഹുവിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വിരോധാഭാസമാണ്. അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ വളരെ പ്രകടമാണ് ഈ പ്രപഞ്ചത്തിൽ. എല്ലാവർക്കും അത് കാണാവുന്നതാണ്. നിത്യേന അവർ അവരുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സൂര്യചന്ദ്രാദികളെയും രാപ്പകലുകൾ മാറി വരുന്നതിനെയും അള്ളാഹു തആല ജീവിത സൗകര്യങ്ങളായി ഒരുക്കി കൊടുത്ത പലതും അനുഭവിച്ചും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. എന്നിട്ടും അത് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ അത്ഭുതം എന്താണ്? പ്രപഞ്ചത്തിലെ ഓരോ അണുവും ഓരോ സൂക്ഷ്മ കണവും അള്ളാഹുവാണ് സ്രഷ്ടാവും പരിപാലകനും എന്നതിന് വ്യക്തമായ ദൃഷ്ടാന്തമാണ്. ഈ യാഥാർത്ഥ്യം തന്നെയാണ് പ്രവാചകരും ഉദ്ഘോഷിച്ചത് എന്നാണ് ഇനി പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് സംശയമാണോ എന്ന് അത്ഭുതം കൂറുകയാണ്. മനസ്സിലാണ്ടോ? എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടും അള്ളാഹുവിനെ കുറിച്ച് അത്ഭുതമാണ്. അവർ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് സംശയമാണ്. മാത്രവുമല്ല, അനിഷേധ്യനായ സർവശക്തനായ റബ്ബ് നിങ്ങളെ ഏതെങ്കിലും അപകടത്തിലേക്കോ മറ്റോ ആണ് ക്ഷണിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളവനെ നിഷേധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അക്കാരണത്താലാണ് നിഷേധിക്കുന്നത് എന്നെങ്കിലും പറയാമായിരുന്നു. അള്ളാഹു തആല ക്ഷണിക്കുന്നത് ഒരിക്കലും അപകടത്തിലേക്കല്ല, വേണ്ടാവൃത്തികളിലേക്കല്ല, ഹിദായത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, നല്ല വഴിയിലേക്കാണ് ക്ഷണിക്കുന്നത്. ഇനി വേണ്ടാവൃത്തിയിലേക്കാണ് ക്ഷണിക്കുന്നത് എങ്കിൽ അതെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് നിഷേധിക്കാമായിരുന്നു. അങ്ങനെയല്ലല്ലോ, ഒരിക്കലും അങ്ങനെയല്ലല്ലോ. നന്മയിലേക്കും വിജയത്തിലേക്കും പാപമോചനത്തിലേക്കുമാണല്ലോ അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്ഷണം സ്വീകരിക്കുകയായിരുന്നു. പ്രവാചകന്മാർ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾ മഹാഭാഗ്യവാന്മാരായി മാറുകയാണ് ചെയ്യുക. നിങ്ങൾ ജയിച്ചവരാകുകയാണ് ചെയ്യുക. പാപവിമുക്തനായി സമാധാനത്തോടെ മരണം വരെ കഴിയാം നിങ്ങൾക്ക്. മരണത്തിന് ശേഷമോ അമൂല്യമായ പാരിത്രിക വിജയവും സ്വർഗവും ലഭിക്കുകയും ചെയ്യും. ഈ സന്മാർഗം തട്ടിക്കളയുക എന്നത് എത്ര വലിയ മൗഢ്യമാണ്. പക്ഷേ എന്തൊക്കെയായിട്ടുണ്ട്? ഈ പറഞ്ഞ ആളുകൾ പ്രവാചകന്മാരെ നിഷേധിക്കുക തന്നെയാണ് ചെയ്തത്. അവരെന്താ പറഞ്ഞതെന്നറിയോ? പ്രവാചകന്മാരെ മുഖത്ത് നോക്കി, നിങ്ങളും ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയല്ലേ, നിങ്ങളെ ഞങ്ങൾ അനുസരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതൊന്നും നടക്കൂല. ഞങ്ങളെപ്പോലത്തെ ആൾക്കാരായ നിങ്ങളെ, ഞങ്ങൾ അതേപോലെയുള്ള മനുഷ്യന്മാരെ ഞങ്ങൾ അംഗീകരിക്കണമെന്നോ? നടക്കണ കാര്യമില്ല. നിങ്ങൾ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ എന്തിനും കൊണ്ടുവരൂ, എന്നാൽ ഞങ്ങൾ നോക്കാം. പക്ഷേ അത് ഒരു വെറും വർത്താനമാണ്, ഒരു വാശിയുടെ സ്വരമാണത്. എത്രയോ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കണ്ട ആളുകളാണവർ. ഇനി എത്ര പുതിയത് കൊണ്ടുവന്നാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അതാണ് അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയുന്നത്. 10-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലത് റസുലുഹും അഫില്ലാഹി ശക്കും ഫാത്തിറിസ് സമാവാതി വൽ അർള് യദ്ഉകും ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും വയുഅഖിറകും ഇലാ അജലിൻ മുസമ്മാ قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان مبين. قالت رسلهم, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ചോദിച്ചു, അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് സംശയമുള്ളത്? ഏതാണ് അള്ളാഹു? ഫാത്തിരി സമാവാതി വൽ അർളി,
ഭുവനവാനങ്ങളെ സൃഷ്ടിച്ച എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയം? ആ അള്ളാഹുവിൻ്റെ കാര്യത്തിലുണ്ടോ എന്തെങ്കിലും സംശയം? അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിൻ്റെ കാര്യത്തിലുണ്ടോ നിങ്ങൾക്ക് സംശയം? കാരണം ആ സംശയിക്കാൻ എന്ത് വകുപ്പാണുള്ളത്? കാരണം യദ്ഊക്കും, അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് ലിയഗ്ഫിറ ലക്കും, നിങ്ങൾക്ക് പുറത്തു തരാനാണ്. മിൻ ദുനൂബിക്കും, നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തന്ന് പാപവിമോചനത്തിലേക്കാണ് അവൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മാ, നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയം വരെ അവധി തരാനുമാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട മരണം, ആ മരണത്തിൻ്റെ അവധി എത്തുന്നത് വരെ നിങ്ങളെ ജീവിപ്പിക്കാനുമാണ് അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത്. റാഹത്തായ സന്തോഷത്തോടെ ജീവിക്കാം. നിങ്ങൾക്ക് സന്മാർഗം അംഗീകരിച്ച് പാപവിമുക്തരായി സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് നിശ്ചയിച്ച അവധി വരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. യദ്ഊക്കും ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും വയുഅഖിറുക്കും ഇലാ അജ്ലിൻ മുസമ്മാ. വയുഅഖിറുക്കും ഇലാ അജ്ലിൻ മുസമ്മാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയം വരെ അവധി തരാനുമാണ് അല്ലാഹു തആല നിങ്ങളെ ക്ഷണിക്കുന്നത് എന്നർത്ഥം. ഖാലു, അവർ മറുപടി പറയാണ് പ്രവാചകന്മാരോട്, ധിക്കാരത്തിൻ്റെ വർത്തമാനം പറയുകയാണ്. ഇൻ അൻതും ഇല്ലാ ബശറുൻ മിസ്ലുന, നിങ്ങൾ ഞങ്ങൾ പോലെ അല്ലാതെ മനുഷ്യന്മാരെ അല്ലാതെ മറ്റൊന്നുമല്ല, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാർ മാത്രമാണ്. ഖാലു, അവർ പറഞ്ഞു, ഇൻ അൻതും നിങ്ങളല്ല, ഇല്ലാ ബശറുൻ മിസ്ലുന ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെയല്ല, വെറും മനുഷ്യന്മാർ തന്നെയാണ്. തുരീദൂന, നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു, അൻ തസുദ്ദൂന ഞങ്ങളെ തടയാൻ, അമ്മാ കാന യഅ്ബുദു ആബാഉന ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചിരുന്നവയെ തൊട്ട് ഞങ്ങളെ തടയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് മാത്രം ഞങ്ങളുടെ ഉദ്ദേശം. തസുദ്ദൂന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തടയുക. അമ്മാ കാന യഅ്ബുദു ആബാഉന പൂർവ്വപിതാക്കൾ ആരാധിച്ചിരുന്ന ബിംബങ്ങളിൽ ഞങ്ങളെ തടയാനാണ് നിങ്ങളുടെ ഉദ്ദേശം. ഫഅ്തൂന ബിസുൽത്താനിൻ മുബീൻ, ഫഅ്തൂന അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരൂ ഞങ്ങൾക്ക് ബിസുൽത്താനിൻ മുബീൻ സ്പഷ്ടമായ വല്ല ദൃഷ്ടാന്തവും കൊണ്ടുവന്ന് തരൂ, എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിക്കുകയാണ് അവർ. വയുഅഖിറുക്കും ഇലാ അജ്ലിൻ മുസമ്മാ, അതായത് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് സത്യവിശ്വാസികളായി തീർന്നാൽ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ആയുഷ്കാലം തീരുന്നത് വരെ നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാം. അല്ലെങ്കിൽ വല്ല പൊതുശിക്ഷയും ബാധിച്ച് നിങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെട്ടേക്കാം. ഫഅ്തൂനാ ബിസുൽത്താനിൻ മുബീൻ, ഇങ്ങനെ അവർ ആവശ്യപ്പെടുന്നത് പ്രവാചകന്മാർ വേണ്ടത്ര തെളിവ് നൽകാത്തത് കൊണ്ടോ സതുദ്ദേശത്തോടുകൂടിയല്ല, ആ വെല്ലുവിളിക്കുക മാത്രമാണ്. അടുത്ത ആയത്തിൽ നിന്ന് ഇക്കാര്യം കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യാം. ഇത്രയുമാണ് ഇന്നത്തെ ആയത്തിൽ നമുക്ക് ഇന്നത്തെ പേജിൽ പഠിക്കാനുള്ളത്. ഇൻഷാഅല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാന മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ ഓതിയതും പറഞ്ഞതും എല്ലാം സ്വീകരിച്ച് സ്വാലിഹായ അമലായി ഖബൂലാക്കണേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് ആഖിറത്തിൽ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അമലായി സ്വീകരിക്കണം തമ്പുരാനെ. ഇതിനോട് ഞങ്ങൾ സഹായിച്ച ആളുകൾ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ്. ദുആന്റെ വസിയത്ത് ചെയ്ത എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകണം തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطردا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ولا دعاء سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.